നാട്ടിൽ പുതിയൊരു സ്കാം ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അത് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്ന് ഗവൺമെന്റ് ഒരു അഡ്വൈസറി ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. ഈ പുതിയ തട്ടിപ്പ് എന്താണെന്ന് വെച്ചാൽ സ്കാമേഴ്സ് ഒരു ഫാസ്ടാഗ് വെബ്സൈറ്റ് ഉണ്ടാക്കും, ഒരു റീചാർജ് വെബ്സൈറ്റ് അവരുണ്ടാക്കും. അത് എക്സാക്ട്ലി ഒറിജിനൽ വെബ്സൈറ്റിന്റെ അതേപോലെയുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും. സെയിം ബ്രാൻഡിങ്, സെയിം ലോഗോ, സെയിം ഡിസൈൻ. ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ തട്ടിപ്പുകാരുടെ വെബ്സൈറ്റ്. അത് മാത്രമല്ല ഗൂഗിൾ ആഡ്സും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനും എല്ലാം ഈ ഒരു ഫേക്ക് വെബ്സൈറ്റിലും ഉണ്ടാകും. നിങ്ങൾ ഫാസ്ടാഗ് റീചാർജ് എന്നോ ഫാസ്ടാഗ് ആനുവൽ പാസ് എന്നോ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫേക്ക് വെബ്സൈറ്റിലായിരിക്കും പലപ്പോഴും പോകുന്നത്. ഈ വെബ്സൈറ്റിൽ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങളിവിടെ കൊടുക്കുന്നു, നിങ്ങളുടെ പണവും ഈ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾ അടക്കുന്നു, നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നു, നിങ്ങളുടെ ഡാറ്റയും അവിടെ ചോർത്തപ്പെടുന്നു. അത് മാത്രമല്ല ഈ ഒരു വെബ്സൈറ്റ് റിയൽ ആണ് എന്ന് തോന്നിപ്പിക്കുന്നതിനായിട്ട് ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് അവിടെ ഉണ്ടാകും. അവർ നിങ്ങളെ വിളിച്ച് ഈ ഒരു ഫാസ്ടാഗ് റീചാർജ് ചെയ്യുന്നതിനായിട്ട് എക്സ്ട്രാ പേയ്മെന്റ് വേണം എന്ന് പറയാനും സാധ്യതയുണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ വീഴാതിരിക്കുക. ഫാസ്ടാഗിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മാത്രം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ മാത്രം ചെന്ന് ഫാസ്ടാഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. മാത്രമല്ല പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് കോൾ വന്ന് OTP ചോദിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും OTP ഷെയർ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് ബോസ് വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബോസ് വാല, ബി ദ ബോസ്.